നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ആക്ച്വലി ഒരു വ്യൂവർ പറഞ്ഞതാണ് എക്സിൻ്റെ ഫീലിങ്സ് എന്താണെന്ന്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങളെക്കുറിച്ച് എന്താണ് എന്നുള്ള രീതിയിൽ നോക്കാം. അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് അതും നോക്കാം. ആൻഡ് ഞാൻ വിചാരിച്ചു, പക്ഷേ എക്സ് എന്ന് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ അതായി പോകും. അപ്പം നമുക്ക് എക്സ് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണ്. എക്സ് ആണ് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എവിടെയോ അത് ഫീലിംഗ് കിടക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കില്ലല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ആ ഫീലിങ്സ് കിടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. സോ അത് കിടക്കുന്നവരെ നമുക്കിത് റിലേഷൻ എൻഡായി നമുക്ക് എവിടെയും പറയാനും പറ്റില്ല. ഓക്കെ, നോ കോണ്ടാക്ട് ആയിരിക്കാം, സെപ്പറേഷൻ ആയിരിക്കാം. അതിനപ്പുറം നമുക്ക് അതിനെ ഓക്കെ അങ്ങനെ ആ രീതിക്കും എടുക്കാമല്ലോ. സോ രണ്ട് കാറ്റഗറിയും പറയാം. ഓക്കെ, എക്സ് എന്ന രീതിയിലും പറയാം, അല്ല നിങ്ങൾ ജസ്റ്റ് സെപ്പറേഷൻ, നോ കോണ്ടാക്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിലും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആൻഡ് എന്താ പറയുക, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, രണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടും രീതിയിലും ഞാൻ പറയാൻ ശ്രമിക്കാം. ടോട്ടലി വിട്ടുപോയി എൻഡായി എന്ന് നിങ്ങൾ തമ്മിൽ ഒട്ടും ഇനി കോണ്ടാക്റ്റേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണെങ്കിലും, അല്ല ഇനി ജസ്റ്റ് ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് അങ്ങനെയാണെങ്കിലും, രണ്ട് തരത്തിലും നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇത് 2 ദിവസം വന്ന അതേ കാർഡ് വന്ന പോലെ ഉണ്ടല്ലോ, ഞാൻ ഷഫിൾ ചെയ്തെടുത്തിട്ടും. ഓക്കെ, Death and Rebirth, Magician, World card. Okay, Knight of Wands. ഇത് എന്തായി എന്ന് ആരാ പറഞ്ഞത്? ഓക്കെ, 7 of Pentacles. ഓക്കെ, എന്തായാലും സൂക്ഷിച്ചോളൂ എന്തായി എന്ന് പറഞ്ഞതാണെങ്കിൽ. ഓക്കെ, 7 of Pentacles, Justice, Queen of Cups, 7 of Wands, Lovers, 3 of Wands, Hangman. ഓക്കെ, കിങ് ഓഫ് വൺസ്. കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. ഇത് എൻഡായി എന്ന് എക്സ് എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് എക്സ് എന്ന് വിളിക്കാറായിട്ടില്ല. ഓക്കെ, എക്സ് എന്ന് പറയാറായിട്ടില്ല. അതാണ് ഞാൻ ആ മറ്റേ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ലൈക്ക് സെപ്പറേഷൻ, നോ കോണ്ടാക്ട് അങ്ങനെ ആ രീതിക്ക് ആയിരിക്കാം നിങ്ങളത് എക്സ് എന്ന് നിങ്ങളെ വിളിക്കുന്നു എന്ന് മാത്രം. പക്ഷെ നിങ്ങളുടെ മനസ്സിലത് ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് തിരിച്ച് വരുമോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് നിങ്ങളത് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ മിസ്സിങ് ഫീലിംഗ് ആണ്. ഓക്കെ, 6 of Cups ആണ്, മിസ്സിങ് എനർജി ആണ്. ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, ഫാമിലി ഉള്ളവരായിരിക്കാം. ഓക്കെ, ഓൾറെഡി മാരീഡ് അങ്ങനെ വല്ലവരൊക്കെ ആണെങ്കിൽ അവരുടെ ലൈഫിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു, അതായത് നമുക്ക് അറിയാൻ വേണ്ടി ചില ഇത് പറയണം, സയൻസ് പറയണം. പക്ഷെ ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള നല്ല സമയങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട്. ആൻഡ് ഡെത്ത് ആൻഡ് റീബർത്ത്. സോ അഗെയിൻ ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ, ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും റീസ്റ്റാർട്ട് ആവാനുള്ള ഒരു ചാൻസാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ടോട്ടലി എൻഡായി പോയി എന്ന് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയല്ല ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടാവാം, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമായിരിക്കാം. ചില കാര്യങ്ങൾ മാറാനുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ, അതുകൊണ്ടായിരിക്കും ഒരു ബ്രേക്ക് വന്നത്. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, പക്ഷെ വീണ്ടും ഇവിടെ അത് ഒരു റീസ്റ്റാർട്ട് വരാനുള്ള സാധ്യതയാണ്. റിയൂണിയൻ എന്ന് പറയുന്നില്ല, സോറി, അത് പിന്നെ പറയാം. പക്ഷെ നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു റീസ്റ്റാർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു ഒരിക്കൽ കൂടി ഒരു കണക്ഷൻ വരാനോ, വീണ്ടും ഒരു കണക്റ്റ് ആവാനോ, വീണ്ടും മീറ്റ് ചെയ്യാനോ, കാണാനോ, സംസാരിക്കാനോ ഉള്ള സാധ്യതയാണ് ഇവിടെ. ഓക്കെ, റീബർത്ത് വരുമെന്നാണ്. മജീഷ്യൻ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട്. അത് അവർ മനസ്സുകൊണ്ട് നിങ്ങൾ ദൂരെ ആണെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും എൻഡായിട്ടുണ്ടെങ്കിലും അവരെവിടെയോ അറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യണമെന്നൊന്നുമില്ല, അവരതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട. പക്ഷെ അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹം, നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്ട് ആവണം, നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം, നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യണം എന്ന് ചിലവർ ആഗ്രഹിക്കും. ഓക്കെ, ചിലവർ ഈഗോ ഉള്ള വ്യക്തികൾ പലരൊക്കെ ഇവിടെ വന്നിട്ടില്ല, ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, ചിലർ വിചാരിക്കും നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഓർഡർ ഇതേ. ഓക്കെ, ഇപ്പം തന്നെ പറയാം,
ആരും ഓടണ്ട, ഇപ്പം അങ്ങോട്ട് ഓടാൻ നിൽക്കണ്ട, വെയിറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ റീഡിങ് അങ്ങനെയാണ് വരുന്നത്. അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ അഗെയിൻ വേൾഡ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ ഒരു റീസ്റ്റാർട്ട്, ഒരു പുതിയ എൻഡിങ് ശേഷം, ഇത് രണ്ടും ഒരേ മീനിങ് ആണ് ഓൾമോസ്റ്റ്. എൻഡിങ്ങിന് ശേഷം ഒരു പുതിയ തുടക്കം. ഓക്കെ, സൈക്കിൾ എന്ന് പറയാം. വീണ്ടും ഒരു സൈക്കിൾ സ്റ്റാർട്ട് ആവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സ് പറയുന്നത് അഗെയിൻ ഇതിലൊരു റീബർത്ത് വരും എന്ന് തന്നെയാണ്. റീസ്റ്റാർട്ട് വരും, നിങ്ങൾ തമ്മിൽ വീണ്ടും അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കാണാൻ. ദൂരെയൊക്കെ ആണെങ്കിൽ, ഡിസ്റ്റൻസ് ആണെങ്കിൽ, എവിടെയെങ്കിലും അവർ വേറെ സ്ഥലത്ത് നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാണാനുള്ള ഒരു സാധ്യതയാണ്, യാത്ര ചെയ്ത് വരാനുള്ള സാധ്യതയാണ് എന്നൊക്കെയാണ്. നൈറ്റ് ഓഫ് വാൻസ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്ക് അവർ കമ്മ്യൂണിക്കേഷനുമായിട്ട് മുന്നോട്ട് വരുമെന്നാണ്. അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്. ഒരു ബോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വളരെ നല്ല കമ്മ്യൂണിക്കേറ്റർ എന്ന രീതിയിൽ പറയും, അതായത് സംസാരിക്കാൻ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ രീതിക്ക് അവർ നിങ്ങളുടെ അടുത്ത് നല്ല ഒരു മെസ്സേജൊക്കെ ആയിട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 7 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അവരുടെ മനസ്സിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എന്താവും മുന്നോട്ട് എന്നൊരു ഡൗട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഗ്രോ ചെയ്യുമോ, ഇതിൽ ഗ്രോത്ത് ഉണ്ടോ, നമ്മൾ മുന്നോട്ട് പോയാൽ എന്താവും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ആക്ച്വലി അവർക്കും ഈ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് വേണം എന്നും പറയാം, അങ്ങനെയും പറയാം. ജസ്റ്റിസിൻ്റെ കാർഡുണ്ട്. സോ അവരിവിടെ ആക്ച്വലി അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അവരും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങളും ഇട്ടിട്ടുണ്ടാവാം. അത് നമ്മൾ എത്ര ചെറിയ എഫേർട്ടും ആയിക്കോട്ടെ, ഓക്കെ, കുറച്ചെങ്കിലും അവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ ഗ്രോത്തിന് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയാം. ഓക്കെ, റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യണം എന്ന് അവർക്കും ആഗ്രഹമുണ്ട്. ആൻഡ് ജസ്റ്റിസ് പറയുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അവരും ഇവിടെ ഒരു ബാലൻസ് അവർ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് നീതി ചെയ്യണം, ന്യായം ചെയ്യണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒരു ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ അവരൊക്കെ ആഗ്രഹമുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. ക്വീൻ ആവണമെന്നില്ല, കിങ് ആയിട്ട് എടുക്കാം. നിങ്ങൾ വളരെയധികം അവരെ കെയർ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടാവും, അവർക്കുള്ള ഫീലിംഗും പറയാം. പക്ഷേ നമ്മളിപ്പോൾ അവരെ ഭാഗത്തുനിന്ന് നോക്കുന്നത്, അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ക്വീൻ ഓഫ് കപ്സ് ആയിട്ടാണ്. അത്രയും സ്നേഹമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ ലേശം മാറ്റമൊക്കെ വരും കേട്ടോ, ഞാൻ ഇല്ലയെന്ന് പറയില്ല. പക്ഷെ ഇവിടെ കാണുന്നത് ഇപ്പോൾ ഓവറോൾ എനർജിയുടെ കാര്യമായിരിക്കാം. ഓക്കെ, ഓവറോൾ ഐ തിങ്ക് കുറച്ച് മാറ്റങ്ങളുടെ സമയങ്ങളാണ് ഇപ്പോൾ. മെയിന് ശേഷം ഞാൻ പറയുന്നുണ്ട് മാറ്റങ്ങൾ വരാനുണ്ട് കുറച്ചൊക്കെ എന്ന്. ഓക്കെ, നിങ്ങൾ ഇന്നർ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു ബാലൻസിൽ വരുന്നുണ്ടെങ്കിൽ, ജസ്റ്റിസ് അങ്ങനെയും പറയാം നമുക്ക്, നിങ്ങളുടെ ഒരു ബാലൻസിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണലും ചേഞ്ചസ് ഉണ്ടാക്കും. ഓക്കെ, അത് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഇതായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് കൂടിയായിരിക്കാം അവർ നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. 7 ഓഫ് വാൻസ് പറയുന്നുണ്ട്, ലവേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വന്നിട്ടായാലും ശരിയല്ല, മറ്റുള്ളവരുടെ അടുത്തായാലും ശരി, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ലവേഴ്സാണ്, സോ റിയൂണിയൻ ആണ്. തീർച്ചയായിട്ടും റിയൂണിയൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ വീണ്ടും കാണാനും സംസാരിക്കാനും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം അവർ ആലോചിക്കുന്നുണ്ട്. 3 ഓഫ് വാൻസ് ആണ്. പ്ലാനിങ് ചെയ്യുന്നുണ്ട് അവരെങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരിക എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഹാങ്മാൻ സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഹാങ്മാൻ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റക്ക് ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മൂവ്മെൻ്റ് ഒന്നും കാണുന്നുണ്ടാവില്ല. പ്രോബ്ലി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു മൂവ്മെൻറ്റും കാണുന്നുണ്ടാവില്ല. അവർ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ ഈഗോ കൊണ്ടായിരിക്കാം, പെട്ടെന്ന് അവരായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എന്തും ആവാം. ഓക്കെ, പക്ഷേ അത് ആ ഒരു സ്റ്റക്ക് കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും റിലേഷൻഷിപ്പ് എന്തായി, അല്ലെങ്കിൽ ഇതൊന്നും മുന്നോട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അത് തെറ്റാണ്. ഓക്കെ, വീണ്ടും ഇവിടെ അത് റീസ്റ്റാർട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ശരി, അവർ ഓക്കെ അവരുടെ ലൈഫ് എന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ എനിക്കൊന്നും കിട്ടിയില്ല. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന രീതിക്കാണ് ഇപ്പോൾ കിട്ടിയത് കൂടുതലും. അവരുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, എന്തായിരിക്കാം സിറ്റുവേഷൻ? ഈ ഹാങ്മാൻ സിറ്റുവേഷൻ ചിലപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗ്രോത്തിൻ്റെ കാര്യമായിരിക്കും, ഫൈനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങളുടെയോ. നോക്കാം അവരുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത്. 2-3 കാർഡ് എന്തെങ്കിലും കിട്ടിയാൽ നോക്കട്ടെ. നൈറ്റ് ഓഫ് സോൾസ്, 5 ഓഫ് പെന്റിക്കിൾസ്, അഗെയിൻ വർക്കിൻ്റെ കാര്യമാണ്. 3 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, വർക്കിൻ്റെ കാര്യം പറയാം നമുക്ക്. അവർ മേ ബി ജോലിയുടെ കാര്യത്തിൽ അവർ ജോലിയിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അതിൽ ചില നഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടാവാം, അങ്ങനെയും പറയാം. അവരെടുത്ത് ചാടി ചില ചെയ്ത ഡിസിഷൻസ് തെറ്റിപ്പോയിട്ടുണ്ടാവാം, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ. ലോസിൻ്റെ ഒരു കാര്യം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അവരെടുത്ത് ചാടി ചെയ്ത എന്തെങ്കിലും സിറ്റുവേഷനിലൊക്കെ ചില ലോസ് വന്നത്, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും കരിയറിലായാലും. ഓക്കെ, അവർക്ക് ഫൈനാൻഷ്യലി എന്തെങ്കിലും ലോസസ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അവരെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോസ് ആയിരിക്കാം. വേറെ ഏതെങ്കിലും ബന്ധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ചില അതായത് അവിടുന്ന് കിട്ടേണ്ട ഉദ്ദേശിച്ച പോലെ അവർക്കൊരു ഗ്രോത്ത് കിട്ടിയില്ല എന്ന് പറയാം.
ഓക്കെ, ചിലവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം, അവർ കരിയറിൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരതിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു പക്ഷേ ലോസിൻ്റെ ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. അവർക്ക് എവിടെയോ അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നല്ലതല്ല നടക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ലോസ് ഉണ്ട് അവർക്ക് പലതും, പലതരത്തിലും. ഇമോഷണൽ ലോസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ ഐ തിങ്ക് വർക്കിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ അതുകൊണ്ടായിരിക്കും സ്റ്റക്ക്, മേ ബി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് എക്സ്പ്രസ് ചെയ്യാനൊന്നും വരാത്തത്. 3 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, 8 ഓഫ് കപ്സും ഉണ്ട്, ഡെവിൾ. യെസ്, എന്തൊക്കെയോ അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ബിസിനസ്സിൽ ലോസസ് ആയിരിക്കാം, മേ ബി അവരുടെ മനസ്സിലുള്ള അവർക്ക് ചില അഡിക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതിൻ്റെ ആയിരിക്കാം, അതിൽ സ്റ്റക്കായിരിക്കാം. അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അവരെ ലൈക്ക് ബന്ധിച്ച് വെക്കുന്ന ഉണ്ടാവാം, ഓക്കെ, കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ തോന്നുന്നുണ്ട്, അതിൽ നിന്നൊക്കെ അവർ വാക്ക് അവേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ അവർ ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അത് ചില ഹാബിറ്റ്സ് ആവാം, ചില പേഴ്സൺ ആവാം, ചില ലൈഫിൻ്റെ സിറ്റുവേഷൻസ് ആവാം. അവർ ചില തീരുമാനം എടുത്ത് ചില കാര്യങ്ങളിൽ നിന്ന് വാക്ക് അവേ ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കൂ. ഇപ്പോൾ അവർ സ്റ്റക്കാണ്. ഐ തിങ്ക് ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ മനസ്സിലുണ്ട്, തീർച്ചയായിട്ടും ഫീലിങ്സ് ഉണ്ട്, സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ആണ്. എന്തായാലും എക്സ് ആണെങ്കിലും ശരി, നിങ്ങൾ സെപ്പറേഷൻ നോ കോണ്ടാക്ട് ആണെങ്കിലും ശരി, ഇത് വീണ്ടും ഒരു റീസ്റ്റാർട്ടിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായി ഈ കഥ എന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറയാം. ക്രിസ്റ്റീഡൊക്കെ നോടി നമുക്ക് കുറച്ച് അഡ്വൈസ് ആയിട്ട് നോക്കാം. പീസ്, ഹയർ പവർ, ഓക്കെ, ലെഗക്, നെവർ എൻഡിങ് സ്റ്റോറി ആൻഡ് കോ ക്രിയേറ്റ്. യെസ്, ഓർഫൻഡ്. ഇത് 5 ഓഫ് പെന്റിക്കിൾസിൻ്റെ അതേ കാര്യമാണ്, നമ്പറും 5 ആണ് ഇവിടെ. ഓർഫൻഡ്, അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പം തനിച്ചായി പോയിട്ടുണ്ട്. അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, എക്സ് ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ തന്നെ അവർക്കിപ്പോൾ ലൈഫിൽ അവരും തനിച്ചായ പോലെയാണിപ്പോൾ. ഓക്കെ, വേറെ ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ശരി, അവർ തനിച്ചായി പോയ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ചിലവർക്ക് ഫൈനാൻഷ്യൽ ലോസസ് വന്നിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം, എന്തും ആവാം. ഓക്കെ, ഒരു ഓർഫൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തനിച്ചായി പോയി, നമ്മൾ ഒറ്റപ്പെട്ടു പോയി, അനാഥരായിപ്പോയി എന്ന് പറഞ്ഞ ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഓക്കെ റിലേഷൻഷിപ്പിൽ ഒരു പീസ് മുന്നോട്ട് വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു പീസ്ഫുൾ ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു ഒത്തുതീർപ്പ് വരും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഹയർ പവർ, യൂണിവേഴ്സ് നിങ്ങളുടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വിഷമം കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് ചില റിയലൈസേഷൻസ് യൂണിവേഴ്സ് ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയാം. ലെഗ് അപ്പ് എന്ന് പറയുന്നുണ്ട്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം നമ്മളൊരു ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ, നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കയറാൻ നിൽക്കുമ്പോൾ ഒരാൾ നമ്മളെ കൈ ഒന്ന് താങ്ങി നമ്മളെ ഒന്ന് കയറ്റി വിടില്ലേ, അങ്ങനെ ആ തരത്തിൽ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ആ തരത്തിൽ ഐ തിങ്ക് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനും ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അവരുടെ ലൈഫിൽ എന്താണ് നല്ലത് നന്നല്ലാത്തതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ചില ഹെൽപ്പ് യൂണിവേഴ്സ് എന്ന് ഐ തിങ്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നെവർ എൻഡിങ് സ്റ്റോറിയാണിത്. നിങ്ങളുടെ സ്റ്റോറി എൻഡ് ആയിട്ടില്ല, എൻ്റെ കണക്കിൽ ഇത് എൻഡ് ആയിട്ടില്ല. ആൻഡ് കോ ക്രിയേറ്റ് എന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നിങ്ങൾ തമ്മിലൊരു ബന്ധം മുന്നോട്ട് പോകാനുള്ള, അതിപ്പോൾ ഏത് തരത്തിലെ എന്ന് നമ്മൾ അത്ര ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ ഈ ബന്ധം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നമ്പേഴ്സ് 23, 5. അഗൈൻ ഇവിടെയും 5 ഉണ്ടായിരുന്നു. മാറ്റത്തിൻ്റെ നമ്പറാണ്, ചേഞ്ചിൻ്റെ നമ്പറാണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം എന്ത് സിറ്റുവേഷൻ ആണോ അതിനൊരു മാറ്റം. ഓക്കെ, ആൻഡ് 4 ഉണ്ട് ഇവിടെ നമ്പർ 34, 7, 37, 10 അല്ലെങ്കിൽ 1. ഇവിടെയും 4 ഉണ്ട്. 4, 4, 5, 5, 7. ഇവിടെ ഒരു 7ഉം 3ഉം ഒക്കെ ഉണ്ട്. 3 ഇവിടെയും ഉണ്ട്. സോ ഇതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഇത് എക്സ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ എക്സ് ആണെങ്കിലും അവർ തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. ഈ റിലേഷൻഷിപ്പ് ഒരിക്കൽ കഴിഞ്ഞിട്ടില്ല. ഐ തിങ്ക് ഇതിന് എൻഡിങ് ആയിട്ടില്ല. ഓക്കെ, ഇതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ബാക്കിയുണ്ട് ക്ലിയർ ആവാൻ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.